എറണാകുളം എടവനക്കാട് കടലാക്രമണം രൂക്ഷമായി തുടരുന്നു. ശക്തമായ കടൽഭിത്തി ഇല്ലാത്തതിനാൽ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. സംസ്ഥാനപാത ഉപരോധിച്ച് പ്രതിഷേധം നടത്തിയിട്ടും അടിയന്തര ഇടപെടലില്ലാത്തതിനെതിരെ ഇന്ന് പ്രദേശത്ത് ഹർത്താൽ നടത്തുകയാണ് ജനകീയ സമരസമിതി. ഓരോ തവണ കടലാക്രമണം രൂക്ഷമാകുമ്പോഴും പ്രതിഷേധങ്ങളും പതിവ് കാഴ്ചയാവുകയാണ്. എന്നാൽ പരിഹാരം മാത്രം അകലെ. ഓരോ തവണ ഉപ്പുവെള്ളം ഇരച്ചെത്തുമ്പോഴും തകരുന്നത് ഇവരുടെ ജീവിതമാണ്. 10-20 കൊല്ലമായിട്ട് സ്ഥിരം ഇത് തന്നെയാണ്. നേരത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല. 20 കൊല്ലമായിട്ട് വെള്ളം കയറാ, സീവാള് നന്നാക്കണില്ല, അവരൊന്നും ചെയ്യണില്ല. നമ്മളോട് വന്ന് പറഞ്ഞ് ഇന്ന ദിവസം ചെയ്യും, ഇതുപോലെ തന്നെ വന്ന് ഓരോരുത്തർ വന്ന് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് പറഞ്ഞു പോകല്ലാണ്ട് ഒരു കാര്യം ഇന്നുവരെ ചെയ്തിട്ടില്ല. തീരദേശ റോഡും തകർന്ന തരിപ്പണമായിട്ട് കാലം കുറയായി. സുനാമി ദുരന്തബാധിത പ്രദേശമായിട്ടും ഈ തീരത്തോട് അവഗണന തുടരുകയാണ്. പലരും വീടുകൾ ഉപേക്ഷിച്ചു പോയി. കടലാക്രമണത്തിൽ തകർന്ന നിരവധി വീടുകളാണ് ദുരന്ത സ്മാരകങ്ങളായി ഇവിടെയുള്ളത്. സുനാമി ഏറെ ദുരന്തം വിതച്ച ഇടമാണിത്. 5 പേരുടെ ജീവൻ നഷ്ടമായ ഇടം. ഇപ്പോഴും 20 വർഷത്തിന് ശേഷവും ശക്തമായ കടൽഭിത്തി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇത്രയും വൈകാരികമായി പ്രതികരിക്കുന്നത്. ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ഇനിയും ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. രാഹുൽ ബിജുവിനൊപ്പം മുസ്നാസു, മീഡിയ 1, കൊച്ചി.